ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തൊരു കാര്യം? നിങ്ങൾ ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോണില്ല, എന്നെങ്കിലും അവർ ഇറക്കാൻ വരണമെങ്കിൽ വരട്ട്, അപ്പോഴും എന്നെ തൂക്കി കൊല്ലണമെങ്കിൽ കൊല്ലട്ട്, ഇല്ലെങ്കിൽ രാജന്റെ ഒപ്പം കൊല്ലട്ട്. രാജൻ ചത്തല്ല ഈ പേരും പറഞ്ഞ് എന്നെയും കൊല്ലണവര്, 2 പിള്ളേരെയും കൊല്ലണവര് കൊന്നിട്ട് അങ്ങ് പോട്ടെ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതിയന്നൂർ സ്വദേശി രാജന്റെയും അമ്പിളിയുടെയും മകനെ നമ്മൾ കേരളീയർ, നമ്മൾ മലയാളികൾ മറക്കില്ല. കാരണം കഴിഞ്ഞ ദിവസവും എനിക്ക് പിണറായി വിജയന്റെ ഒന്നും വേണ്ട, കോടതി എന്നെ ചതിച്ചു എന്ന് മലയാളികളോട് വിളിച്ചു പറഞ്ഞ ആ കുട്ടിയെ നമുക്ക് ഓർമ്മയുണ്ട്. പാസ്ബുക്ക് അടക്കം കത്തിച്ചു കളഞ്ഞ ആ കുട്ടിയെ നമുക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയാണ് അവനെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ തിരക്കി മലയാളി വാർത്ത ചെന്നപ്പോൾ അറിയാൻ സാധിച്ചത് ഈ കുട്ടിയുടെ ജ്യേഷ്ഠൻ പറയുന്ന കാര്യങ്ങളാണ്. സർക്കാർ നമ്മളെ സഹായിച്ചില്ല എന്ന് പറയാൻ സാധിക്കില്ല. സർക്കാർ തന്ന ഒരു ജോലിയിലാണ് ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ നമുക്കൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. മാത്രവുമല്ല, ഇവിടെയല്ല മറ്റൊരിടത്ത് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇവിടെ തന്നെ വീട് വേണമെന്ന ഇളയ അനുജന്റെ നിർബന്ധം കൂടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് പെട്ടെന്നൊരു പ്രകോപനത്തിന് കാരണമെന്ന് അറിയില്ല. ഈ രഞ്ജിത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചതെന്നും ആർക്കും അറിയില്ല. എന്തായാലും ഈ കല്ലറയടക്കം പൊളിച്ച രഞ്ജിത്തിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഞങ്ങൾ അവിടെ പോയപ്പോൾ കല്ലറ പൂർണ്ണമായും തകർക്കപ്പെട്ട നിലയിലാണ് കാണാൻ സാധിച്ചത്. ഈ ശവമൊക്കെ ഇവൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നവരും നിരവധിയാണ്. എന്തായാലും അതിയന്നൂർ സ്വദേശി രാജന്റെയും അമ്പിളിയുടെയും മൃതദേഹം മറവു ചെയ്യാൻ മകൻ രഞ്ജിത്ത് കുഴിയെടുക്കുന്ന ദൃശ്യം മലയാളികൾ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതേ രഞ്ജിത്ത് തന്നെ അതേ കുഴിമാടം ഇപ്പോൾ പൂർണ്ണമായും തകർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, രഞ്ജിത്തിന്റെ മാനസികാവസ്ഥയും അത്ര നന്നല്ല. കാരണം സ്വന്തം അച്ഛനും അമ്മയും കൺമുന്നിൽ തീ കൊളുത്തി മരണപ്പെടുന്ന സാഹചര്യം. മാത്രവുമല്ല, അവരുടെ നിലവിളിയും ഒരു സന്തോഷം എന്താണ് എന്ന് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നില്ല. ആ കുട്ടികൾക്ക് അകപ്പാടെ ഒരു സന്തോഷം ഉണ്ടായിരുന്നത് അവർക്ക് സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടായിരുന്നു. അതിനുശേഷം അവൻ വളർന്നു വന്ന സാഹചര്യം എങ്ങനെയാണ് എന്നും അറിയില്ല. മാത്രവുമല്ല, ഇപ്പോൾ ആ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അവന്റെ അമ്മയ്ക്ക് മാനസികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പേരൂർക്കട ഉളമ്പാറ ആശുപത്രിയിലൊക്കെ തന്നെ ചികിത്സ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് രഞ്ജിത്തും മാറിയിട്ടുണ്ടോ എന്ന് ഭയപ്പെടുന്ന നിരവധി ആളുകൾ കമന്റുകളായൊക്കെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഒക്കെ തന്നെ കമന്റുകളായി ഒക്കെ തന്നെ ഇപ്പോൾ ആ ഒരു ചോദ്യം ഇടുന്നുണ്ട്. എന്താണ് ഇനി ചെയ്യേണ്ടത്? എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത്? നമ്മൾ മലയാളികൾ ഇവനെ ചേർത്ത് പിടിക്കേണ്ട സമയം കടന്നു പോയിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. അന്ന് 24-നോടായിരുന്നു തന്റെ ഈ ഒരു ഞാൻ ഇതെല്ലാം പൊളിക്കാൻ പോവുകയാണ്, എനിക്കിവിടെ നിൽക്കാൻ ഇനി കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥ, എല്ലാവരും കൂടി എന്നെ ചതിച്ചു എന്നുള്ള ആ മാനസികാവസ്ഥ രഞ്ജിത്ത് തുറന്നു പറഞ്ഞത്. അന്ന് രഞ്ജിത്ത് പാസ്ബുക്ക് അടക്കമുള്ളവ കത്തിച്ചതിന് ശേഷം നേരെ തൃശ്ശൂരിലേക്കാണ് പോയത് എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, അഡ്വക്കേറ്റ് ഷീലയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളൊക്കെ തന്നെ കൊണ്ടുപോയത്. അഡ്വക്കേറ്റ് ഷീലയുമായി പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ കേസ് തോറ്റില്ലേ ആന്റി എന്നാണ് അവസാനമായി ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്നാൽ അഡ്വക്കേറ്റ് പറഞ്ഞത് അതെങ്ങനെയാണ് തോൽക്കുക, കേസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നാണ് ചോദിച്ചത്. ഞാൻ കൊച്ചുകുട്ടിയാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോഴും ഇതുവരെ ആ രഞ്ജിത്തിനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ആ മുത്തശ്ശിയുടെ അടുത്ത് പോയപ്പോൾ മലയാളി വാർത്ത ചോദിച്ചിരുന്നു എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചിരുന്നു. പിന്നീട് മുത്തശ്ശി മാത്രമല്ല, രഞ്ജിത്തിന്റെ ഈ ഒരു കേസ് നോക്കിയിരുന്ന വക്കീലും മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾ തീരുമാനിക്കുക, രഞ്ജിത്തിനെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും, രഞ്ജിത്തിനെ എങ്ങനെ നമുക്ക് കൂടെ നിർത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാൻ അവന്റെ അടുത്ത് അത്തരത്തിലൊന്നും പറഞ്ഞിരുന്നില്ല. OS 25/2020 ജൂൺ മാസം 20-ാം തീയതി പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തേക്ക് കൂടുതൽ കാര്യവിവര പത്രിക ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ 19-ാം തീയതി അവനിവിടെ വന്നു, പിന്നെ കാര്യവിവര പത്രിക സൈൻ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞ് CMA വന്നിട്ട് ഹൈക്കോടതിയിൽ ഓഫീസുകൾ കൊടുക്കണം. അത് വേറൊന്നുമല്ല, ഇവിടെ ഉണ്ടായ ഒരു IA ഒരു ഇടക്കാല ഉത്തരവിന്മേലുള്ള അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു സബ് കോടതിയുടെ നെയ്യാറ്റിൻകര. അപ്പൊ അത് തള്ളി ഉത്തരവായി. അപ്പൊ തള്ളി ഉത്തരവായപ്പോൾ നമുക്ക് അത് വിത്തിൻ 30 ഡേയ്സിൽ എന്ത് ചെയ്യണം, ഓഫീസുകൾ കൊടുക്കണം. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യം രഞ്ജിത്തിനോട് പറഞ്ഞിരുന്നു. കാരണം രഞ്ജിത്തിന് ഫിലോകാലിയയില് അഡ്വക്കേറ്റ് ഉണ്ട്. ആ അഡ്വക്കേറ്റ് ചെയ്യും എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉടനെ ചോദിച്ചു ആൻറ്റി ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെയാണെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ, ഞാൻ ഹൈക്കോടതിയിൽ പോയി ചെയ്യില്ല എന്നുള്ളത് കാര്യം പറഞ്ഞു. വേറെ ഒരു പ്രശ്നമായിട്ട് പറഞ്ഞില്ല. പിന്നെ കേസ് ഇവിടെ നടന്നു വരുന്നതേ ഉള്ളൂ, കേസിൻ്റെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ രഞ്ജിത്തിൻ്റെ അടുത്ത് ചോദിച്ചു സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അതാവട്ടെ, ആവുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാമെന്ന് മാത്രമേ പറഞ്ഞു.
പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ അടുത്ത ദിവസം വരാൻ പറഞ്ഞിരുന്നു. 20-ാം തീയതി കേസ് ഇരിപ്പുണ്ട്, അന്നൊന്ന് വരണമെന്ന് പറഞ്ഞു. അത് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ CMA തള്ളിയുണ്ടായ ഉത്തരവ് ഒന്ന് ഹൈക്കോടതിയിലോട്ട് കൊടുത്തുവിടാൻ വേണ്ടിയാണ്. കാരണം രഞ്ജിത്തിന് ഒരുപാട് അഡ്വക്കേറ്റുമാരെ എല്ലാവരെയും പരിചയമുണ്ട്. അത് മാത്രമല്ല രഞ്ജിത്തിനെ സഹായിക്കുന്ന വക്കീലന്മാരും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഫിലോകാരിയിലും അഡ്വക്കേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൊടുത്ത് അയക്കാൻ വേണ്ടി വരാൻ പറഞ്ഞത്. പക്ഷേ ആ 20-ാം തീയതി മുതൽ രഞ്ജിത്ത് ഫോൺ എടുക്കുന്നില്ല, വരുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ആൻറ്റി ഞാൻ ഇനി അങ്ങോട്ടൊന്നും വരുന്നില്ല, കേസ് തോറ്റ്. ഞാൻ പറഞ്ഞു, കേസ് തോറ്റെന്ന് ആര് പറഞ്ഞു? കേസ് തോറ്റിട്ടില്ലല്ലോ, കേസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇല്ല, ഞാനൊരു കൊച്ചുകുട്ടിയല്ലേ, അപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഇതുവരെ വിളിച്ചിട്ടില്ല. ഇല്ല. ഒരു പ്രാവശ്യം മാത്രം കുറച്ച് ഫീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ചോദിച്ചല്ല കൊണ്ടുവന്നത്. കാരണം അവൻ ഇവിടെ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചെറുതായിട്ട് തന്നിരുന്നു. ഇപ്പൊ ചോദിച്ചു ഫീസ് വേണമെന്ന്. ഞാൻ പറഞ്ഞു അതൊക്കെ പിന്നീടാവട്ടെ എന്ന് പറഞ്ഞു, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ സെറ്റിൽമെന്റിന് വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അത് പിന്നീടാവട്ടെ, ഇപ്പോഴല്ല. അപ്പൊ അവൻ എമൗണ്ട് ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രയൊന്നും ഞാൻ അത് സംസാരിക്കില്ല, അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്, ഇപ്പൊ ഒന്നും അത് സംസാരിക്കാൻ പറ്റില്ല, അത് പിന്നീട് നമുക്ക് സംസാരിക്കാം, ഇപ്പൊ കേസ് നടക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ആ ഒരു തരത്തിലുള്ള ടോക്കിംഗ് ഇവിടെ നടന്നിട്ടില്ല. അതിനുവേണ്ടി രഞ്ജിത്ത് വന്നില്ലല്ലോ, വെറും സൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോഴാണ് രഞ്ജിത്താണ് ഇങ്ങോട്ട് പറഞ്ഞത്, ആൻറ്റി അതൊന്ന് സെറ്റിൽ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ സെറ്റിൽ ചെയ്യാൻ സമയമായിട്ടില്ല, നമുക്ക് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അല്ലാതെ സാമ്പത്തികത്തിനെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ടോക്കിംഗ് ഇവിടെ നടന്നിട്ടില്ല. അങ്ങനെയുള്ള വിവരം ഇപ്പം മാഡം പറയുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ അറിയുന്നത്. പക്ഷെ എനിക്കിപ്പോൾ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ഉത്തരവുകളും പേപ്പറുകളും ഒക്കെ കൊണ്ട് ചിലപ്പോൾ രഞ്ജിത്ത് വേറെ ആരുടെങ്കിലും നിയമസഹായമോ അല്ലെങ്കിൽ നിയമത്തിന്റെ എന്തെങ്കിലും അറിയാനായിട്ട് ഉപദേശത്തിന് വേണ്ടി പോയിട്ടുണ്ടാവാം. പോയപ്പോൾ കിട്ടിയ മിഥ്യാധാരണകളിലൂടെ ആയിരിക്കാം ഇപ്രകാരം സംഭവിച്ചത്. അല്ലാതെ ഇവിടെ നിന്ന് അങ്ങനെയുള്ള ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. ഈ ക്രിമിനൽ കേസിനെ കുറിച്ച് അവൻ സംസാരിച്ചിട്ടേ ഇല്ല. ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുമില്ല. ഈ കേസിന്റെ അവസ്ഥ, കേസ് ഈ രാജൻ അമ്പിളി മരിച്ച് അതിൻ്റെ നെക്സ്റ്റ് പോസ്റ്റിംഗ് കഴിഞ്ഞ് അതിൻ്റെ അടുത്തൊരു ഇത്രയും നാൾ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അത് വാസ്തവമാണെങ്കിലും അതിൻ്റെ ഘട്ടത്തിൽ നിൽക്കുന്നേ ഉള്ളൂ, ഒരു നടപടികളിലോട്ടും പോയിട്ടില്ല. ഇനി കോടതിയിലെ ഇഷ്യൂ ഫ്രെയിം ചെയ്യാനുണ്ട്. ഇഷ്യൂസ് ഫ്രെയിം ചെയ്തതിന് ശേഷം നമുക്ക് പ്രീ ട്രയൽ സ്റ്റെപ്സ് ഉണ്ട്. ആ പ്രീ ട്രയൽ സ്റ്റെപ്സ് കഴിഞ്ഞതിന് ശേഷം ബാൻഡ് സ്കോട്ട് ഫീ എന്തെങ്കിലും അടയ്ക്കാനുണ്ടെങ്കിൽ അതൊക്കെ അടച്ച് അതിന് ശേഷമാണ് ട്രയൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എത്തിയിട്ടില്ല. 4 വർഷം കൊണ്ട് ഇതിന്റെ പിന്നാലെയാണ്. ഈ പിന്നാലെ പോണത് ഷീല വക്കീല് ആണ് ഈ കേസ് ഏറ്റെടുത്തത്. അപ്പൊ ഇവർക്ക് അങ്ങോട്ട് അറിയില്ലേ കേട്ട, പിന്നെ ഷീല വക്കീലാണ് കേസ് ഏറ്റെടുത്ത്. ആ സമയത്തൊക്കെ ഇവിടെ വന്നപ്പോഴേ, ഇത് രാജനൊക്കെ ഇങ്ങനെ മരിച്ച സമയത്തൊക്കെ ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് ഇങ്ങനെ പറയണത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടെന്ന്, ഈ ഭവന ഇനി നിങ്ങൾക്ക് തന്നെ വേറെ ആക്കും ഇത് പോകൂല്ല, ആ പെണ്ണും പിള്ള ജയിക്കാനൊന്നും പോണില്ല, അവർക്ക് 4 സെന്റ് സ്ഥലമേ കിട്ടുള്ളൂ, ഇത് കോളനിയാണ്, കോളനിക്ക് ആർക്കായാലും 4 സെന്റ് സ്ഥലമേ കിട്ടൂ, അതിന്റെ അപ്പുറം കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് ആണ് അന്നത്തെ കേസ്. അപ്പൊ രഞ്ജിത്ത് രാജ് ഈ ഷീല വക്കീലിനെയും കണ്ടു. പിന്നെ എറണാകുളത്ത് യാതൊരു വക്കീൽ, എനിക്ക് പേരൊന്നും എനിക്കറിയില്ല, ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിട്ടുമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഇപ്പൊ ഷീല വക്കീൽ, ഇപ്പൊ ഈ പ്രശ്നം വരാൻ കാരണം ഈ ഷീല വക്കീല് പറഞ്ഞെന്ന് 7 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ കേസ് ഇപ്പൊ അവള് വിജയിച്ചിരിക്കുകയാണ്, 7 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ കേസ് വസന്തരയിലെന്ന് ഒത്തീർപ്പിലാക്കി കൊടുക്കാം. അപ്പൊ രഞ്ജിത്ത് പറഞ്ഞെന്ന്, രഞ്ജിത്ത് ഒന്നും മിണ്ടിയില്ല, കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് എന്ന് രഞ്ജിത്ത് എന്റെ കൂടെ പറഞ്ഞ കാര്യമാണ് ഈ പറയണത്. രഞ്ജിത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് ഇങ്ങനെ പോന്ന്. പിന്നീട് രഞ്ജിത്തിനെ നിരന്തരം ഫോൺ വിളിച്ചോണ്ടിരുന്നു. രഞ്ജിത്ത് ഫോൺ എടുത്തില്ലെന്ന് എന്ന് രഞ്ജിത്ത് എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഈ പറയണത്. നിരന്തരം വിളിച്ചോണ്ടിരുന്നു, പിന്നെ അവൻ ഫോൺ എടുത്തില്ല. പിന്നെ ഇടയ്ക്കെപ്പോഴോ എടുത്തപ്പോഴും പറഞ്ഞെന്ന് പറഞ്ഞ കാര്യം എന്തായി എന്ന് ഉടനെ അവൻ അങ്ങ് കട്ടാക്കി വെച്ച്. അത് തൊട്ട് പിന്നെ ഇവനൊരു പ്രശ്നം തന്നെ കേട്ട. അത് തൊട്ട് പിന്നെ ഇവൻ എപ്പോഴും, പിന്നെ ഇവന് രാത്രി ഉറക്കമില്ല, പിന്നെ ഇവൻ പിന്നെ ഭക്ഷണം കഴിക്കണത് ബുദ്ധിമുട്ട്. ഇവൻ എന്തോ ചിന്തിച്ച്
അപ്പൊ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും അവന് വിജയമില്ലല്ലോ എന്നുള്ള ഒരു ഉള്ളില് പിണറായി സർക്കാരാണെങ്കിൽ രാഹുലിന് ജോലി കൊടുത്ത് സത്യം അത് കിട്ടിയത് കണ്ടാണ് എന്റെ പിള്ള പിടിച്ചു പോണത്. പിന്നെ രാഹുൽ എനിക്കൊരു പൈസയും തരൂല്ല, അത് സത്യമായ കാര്യമാണ്. പക്ഷെ രഞ്ജിത്ത് അവിടെ ചെന്ന് പലിശ എടുത്തോണ്ട് വരുമ്പോ എനിക്ക് 500 രൂപ എല്ലാ മാസവും തരൂല്ല. എന്നാലും വല്ലപ്പോഴൊരിക്കലും എനിക്ക് രഞ്ജിത്ത് എനിക്ക് പൈസ തരും. അവനാണ് ചെന്ന് പലിശയ്ക്ക് പോണത്. ആര്? രഞ്ജിത്ത്. രാഹുൽ പോവില്ല. രാഹുലിന് ഇവിടെ നിന്ന് പോകാൻ സമയവും ഇല്ല. അപ്പൊ രാഹുല് ആ കിട്ടുന്ന പൈസ കൊണ്ടാണ് സർക്കാർ നല്ല ഒരു കാര്യമാണ് ചെയ്തത്. ഇപ്പൊ രഞ്ജിത്ത് സർക്കാരിനെയൊക്കെ കുത്തിയാണ് പറഞ്ഞത്. അവരെന്ത് ചെയ്ത്, അവര് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സംസാരമാണ്. പക്ഷെ പിണറായി സർക്കാരാണ് യഥാർത്ഥം പറഞ്ഞ രാഹുലിന് ജോലി കൊടുത്തതും 10 ലക്ഷം രൂപ അവിടെ ഇട്ട്, ലൈഫ് പദ്ധതിക്ക് 10 രൂപ ഇട്ട്. ലൈഫ് പദ്ധതി എന്ന് പറയുമ്പോൾ വീട് വയ്ക്കാൻ. ആ പൈസ നമുക്ക് പഞ്ചായത്തിലൊന്നും അവർ തന്നില്ല, പഞ്ചായത്തിലിരിക്കണവർ തന്നില്ല. രഞ്ജിത്ത് ചെന്ന് ചോദിച്ച്, പിന്നെ ഇവിടെ ഇത്തിരി കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കാല് പിടിച്ച് ചോദിച്ച്, ഈ പഞ്ചായത്തിരിക്കണവർ ഇതൊന്നും തരികയില്ല. പിന്നെ പഞ്ചായത്തിലിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, അവര് കമ്മ്യൂണിസ്റ്റ് അല്ല. കോൺഗ്രസ് പാർട്ടിക്കാര് തലതിരിഞ്ഞല്ലേ ഇരിക്കുള്ള കമ്മ്യൂണിസ്റ്റിനെ എങ്ങനെ കമ്മ്യൂണിസ്റ്റിനെ വെട്ടിലാക്കാം എന്ന് പറഞ്ഞാണ് കോൺഗ്രസ്സുകാർ നിൽക്കുന്നത്. സത്യമാണ്. കോൺഗ്രസും അതെ, BJPയും അതെ. ഞാൻ ഉള്ള കാര്യം പറയാം. എന്നെ വെടിവെച്ച് കൊന്നാലും ഒന്നുമില്ല. അപ്പൊ രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ്, അച്ചാമ്മ വീട് ഇനി ഇവിടെ പൊളിച്ച് മാറ്റി കൊടുക്കാൻ പറഞ്ഞിരിക്കണം. പഴയ കണക്കിൽ ഇവിടെ ഈ വേലി കെട്ടിയതുപോലെ ഇവിടെ നിൽക്കണം. പഴയ കണക്കിൽ തറയായിട്ടിടണം. ഈ വീട് പൊളിച്ച് മാറ്റി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തൊരു കാര്യം? നിങ്ങൾ ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോണില്ല. എന്നെങ്കിലും അവർ ഇറക്കാൻ വരണമെങ്കിൽ വരട്ട്. അപ്പോഴും എന്നെ തൂക്കി കൊല്ലണമെങ്കിൽ കൊല്ലട്ട്, ഇല്ലെങ്കിൽ രാജന്റെ ഒപ്പം കൊല്ലട്ട്. രാജൻ ചത്തല്ല ഈ പേരും പറഞ്ഞ് എന്നെയും കൊല്ലണവര്, 2 പിള്ളേരെയും കൊല്ലണവര് കൊന്നിട്ട് അങ്ങ് പോട്ട്. ഇതേ ഉള്ള. ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കൊടുക്കാൻ ഇനി പോണില്ല. 4 സെന്റ് സ്ഥലം ഇല്ലാത്ത പാവങ്ങൾക്ക് പണ്ട് 40-42 വർഷമായി ഈ കോളനി കിട്ടിയിട്ട്. എനിക്കൊരു കോളനി എന്റെ ഭർത്താവിന് ഇവിടെ കിട്ടിയതാണ്, അതങ്ങ് മുകളിലാണ്. അതിപ്പോ എന്റെ മോക്കാണ് എഴുതി വച്ചേക്കുന്നത്. അവർക്ക് കല്യാണത്തിനൊന്നും കൊടുത്തില്ല. അത് കണ്ട് എന്റെ മോക്കാണ്, എന്റെ കാലശേഷം അവക്കാണ് എഴുതി വെച്ചത്. അപ്പൊ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയി സങ്കടമെല്ലാം പറഞ്ഞപ്പോഴമ്മ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനി രാഹുലിനൊന്നും കയറി കിടക്കാൻ ഇടമില്ല. രഞ്ജിത്ത് പോയെടുത്ത് അങ്ങെടുത്തോട്ട്. രാഹുലിന് ഞാൻ കൊടുക്കാമെന്ന് തീരുമാനിച്ച്. നമ്മൾ ഒറ്റത്തിന്നെ ഇല്ല എനിക്ക് ഞാൻ നിനക്ക് എഴുതിയത് തന്നെ. ഇല്ല, നിങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ഞാൻ തിരിച്ചെഴുതി തരാം എന്നിങ്ങനെ അവള് പറഞ്ഞു വെച്ചൊക്കെയാണ്.